الحمد لله رب العالمين نحمده ونستعينه ونستغفره ونتوب إليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلن تجد له وليا مرشدا أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون സ്നേഹമുള്ള ഫോക്കസിൻ്റെ കർമ്മ ഭടന്മാരെ, സഹോദരി സഹോദരങ്ങളെ, കരുണാമയനായ അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനവും കൃപയും കാരുണ്യവും നമ്മിലെല്ലാം സദാ വർഷിക്കുമാറാവട്ടെ. ആമീൻ. ഇവിടെ പരിസ്ഥിതി ദിനാചരണവുമായി ബന്ധപ്പെട്ട് ഹിമായത്തുൽ ബിഅ, പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെ ഇസ്ലാമിക മാനം, അതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. പരിസ്ഥിതിയെക്കുറിച്ച് പരിശുദ്ധ ഖുർആനിൻ്റെ താളുകൾ മറിച്ചു നോക്കിക്കഴിഞ്ഞാൽ, പ്രവാചകന്റെ അധ്യാപനത്തിലെ മൊഴിമുത്തുകൾ പരിശോധിച്ചാൽ, ലോക ജനതയ്ക്ക് മുമ്പാകെ പരിസ്ഥിതിയെ സംരക്ഷിക്കുക എന്നുള്ള മഹനീയമായിട്ടുള്ള സന്ദേശം ഏറ്റവും ആധികാരികമായി കൊണ്ട് ഏറ്റവും ഊന്നിപ്പറഞ്ഞത് ഇസ്ലാമാണെന്ന് കാണാൻ വേണ്ടി കഴിയും. പരിശുദ്ധ ഖുർആനിൻ്റെ ഒരു വചനമാണ്, സൂക്തമാണ്. അതായത് പ്രപഞ്ച സൃഷ്ടാവ് എല്ലാ സംഗതികളെയും സൃഷ്ടിക്കുകയുണ്ടായി. ഫഖദ്ദറഹു തഖ്ദീറ, അതിന് കൃത്യമായ കണിശമായ വ്യവസ്ഥകൾ നിർണയിച്ചു എന്നുള്ളതാണ്. അതേ, സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങൾക്കും ഗ്രഹങ്ങൾക്കും ഉപഗ്രഹങ്ങൾക്കും ആകാശങ്ങൾക്കും ഉപരിതലങ്ങൾക്കും അതുപോലെ തന്നെ ഈ ഭൂമിക്കും ഭൂമിയുടെ മീതെയുള്ള പർവ്വതങ്ങൾക്കും അതുപോലെ വനാന്തരങ്ങൾക്കും ഭൂമിയുടെ മീതെയുള്ള ജലങ്ങൾക്കും ജലാശയങ്ങൾക്കും അതുപോലെ ഭൂഗർഭജലത്തിനും എല്ലാ വസ്തുക്കൾക്കും തീർച്ചയായിട്ടും വ്യവസ്ഥകൾ നിർണയിച്ചിട്ടുണ്ട്. പുഴകൾ, കായലുകൾ, തടാകങ്ങൾ, കുളങ്ങൾ, അങ്ങനെ ഈ പ്രകൃതിയിൽ എന്തെല്ലാമുണ്ട്. ഈ പ്രകൃതിയുടെ ആവാസ വ്യവസ്ഥ എന്ന് പറയുന്നത്, ഈ പ്രകൃതി സംരക്ഷണം എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള പുഴകളും കായലുകളും തോടുകളും കടലും അതുപോലെ തന്നെ ചോലകൾ, അരുവികൾ, അങ്ങനെയുള്ള എല്ലാ ജലസമൃദ്ധികളും ജലസ്രോതസ്സുകളും സംരക്ഷിക്കപ്പെടുമ്പോഴാണ്. എന്ന് മാത്രമല്ല പ്രിയമുള്ളവരെ, ഈ ഭൂമിയെ ഹരിതാപമാക്കാൻ, പച്ചപ്പുള്ളതാക്കാൻ പ്രവാചകന്റെ ആഹ്വാനമുണ്ട്. ഈ ലോകത്തിന്റെ അവസാനം ആണെന്നറിഞ്ഞാലും നിന്റെ കയ്യിൽ ഒരു വിത്ത് കിട്ടിയാൽ അത് നീ കുഴിച്ചിടുക, അത് നീ ഭൂമിയിൽ ഇടുക, അത് മുളക്കട്ടെ, ആ വിത്ത് മുളക്കട്ടെ. എന്നിട്ട് അവൻ, ആ പ്രവാചകന്റെ കൽപ്പന, അത് ശിരസ വഹിക്കട്ടെ എന്ന് ഇമാം അഹ്മദിന്റെ മുസ്നദിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. എന്തുകൊണ്ടാണ് പ്രിയമുള്ളവരെ? ലോകത്തിന്റെ നാശമാണ്, എല്ലാവരും നശിക്കാൻ വേണ്ടി പോകുകയാണ്. എന്നാൽ പോലും ഒരു വിത്ത് അത് വൃഥാ ഉപേക്ഷിക്കപ്പെടേണ്ടതല്ല, അത് കുഴിച്ചിടുക, അത് മുളക്കട്ടെ. ആ അതിൽ നിന്നുള്ളൊരു പാഠം, ഒരു വലിയ മെസ്സേജ് എന്ന് പറയുന്നത്, അതേ ഒരു വിശ്വാസി എന്ന് പറയുന്നത് ഈ പരിസ്ഥിതിയുടെ സംരക്ഷകനായിരിക്കണം എന്നുള്ളതാണ്.
ഇവിടെ നമ്മുടെ പോസ്റ്ററിൽ ഹിമായത്തുൽ ബിആ എന്ന് പറഞ്ഞല്ലോ. എന്താ അതിൻ്റെ അർത്ഥം? എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ എന്നാണ്, പ്രകൃതിയുടെ സംരക്ഷണം എന്നുള്ളതാണ്. സത്യത്തിൽ ആധുനിക ഇസ്ലാമിക പണ്ഡിതന്മാർ ഹിമായത്തുൽ ബിആ എന്ന് പറയുന്ന പ്രകൃതിയുടെ സംരക്ഷണം എന്ന് മാത്രമല്ല, അതിനെ റിആയത്തുൽ ബിആ, പ്രകൃതിയുടെ പരിപാലനം, ശുശ്രൂഷ എന്ന് നാമകരണം ചെയ്യണം. അതാണ് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള പദപ്രയോഗം എന്ന് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അത്രമാത്രം വിശ്വാസികൾ ഒക്കെ ഈ പരിശുദ്ധ ഖുർആനിൻ്റെ തത്വങ്ങൾ ശിരസ വഹിച്ചിട്ടുള്ള ആളുകൾ അവരെ ഈ പരിസ്ഥിതി സംരക്ഷിക്കാൻ വേണ്ടി തയ്യാറാകണം എന്നുള്ളതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അത്രമാത്രം അവനെ പ്രേരിപ്പിക്കുന്നു. ഇവിടെയുള്ള മനുഷ്യരുടെ സുഖ സൗകര്യങ്ങൾ മാത്രമല്ല, അവൻ്റെ ഒരു 5 സ്റ്റാർ ജീവിതം മാത്രമല്ല, ഒട്ടേറെ ജന്തുജാലങ്ങൾ, ഒട്ടേറെ സസ്യലതാദികൾ, അവയുടെ സംരക്ഷണം അത് മനുഷ്യന്റെ കർത്തവ്യമാണ് എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. നമുക്കറിയാം, മരം നടീലിനെ കുറിച്ച് ഇവിടെ പറയുകയുണ്ടായി. സഹീഹ് മുസ്ലിമിൽ ഒരു അധ്യായം കാണാം, ഹദീസുകൾ കാണാം. പ്രവാചകന്റെ മൊഴിമുത്തുകളാണ്, നിങ്ങൾ മരം നടുക, മരം നടുക, വളർത്തുക എന്ന് ഇസ്ലാമിക നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ യുവജന വിഭാഗമായിട്ടുള്ള ISM അത് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രബുദ്ധമായി കേരളത്തിൽ പറഞ്ഞപ്പോൾ അതിനെക്കുറിച്ച് നമ്മുടെ ഷാജാൻ സാഹിബ് സൂചിപ്പിക്കുകയുണ്ടായി. എൻ്റെ പ്രിയമുള്ളവരെ, അന്ന് ആളുകൾ അതിനെ പരിഹസിച്ചു, അതിനെ കളിയാക്കി. പക്ഷേ അങ്ങനെയുള്ള പരിഹാസങ്ങളെയും ആക്ഷേപങ്ങളെയും ഒക്കെ തൃണവൽഗണിച്ചുകൊണ്ട് ആ പ്രോഗ്രാമുമായി കൊണ്ട് മുന്നോട്ട് പോയി. അങ്ങനെ നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് പോലും അത് ഏറ്റെടുത്ത് ഒരുപാട് ചെടികൾ നടുകയും സംരക്ഷിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇസ്ലാമിക ദൃഷ്ടിയായി എന്താണ് ഒരു ചെടി നടുക എന്ന് പറയുന്നത്? ഈ പ്രകൃതിയെ സംരക്ഷിക്കുക എന്നുള്ളത്. ആ ഒരു കർത്തവ്യം നിറവേറ്റുമ്പോൾ അവൻ എന്തൊക്കെയാണ് ലഭിക്കുന്നത്? നിങ്ങൾ നോക്കൂ, ഒരു വഖഫിനെ പോലെയാണ്. ഒരു ചെടി നട്ടാൽ, ആ മനുഷ്യൻ മരണപ്പെട്ടാൽ ആ ചെടി അങ്ങനെ വളർന്ന് വലുതായി പടർന്ന് പന്തലിച്ച് അതിൽ പുഷ്പങ്ങൾ, ഫലങ്ങൾ അതൊക്കെ ഉണ്ടായാൽ, അതിലെ പഴങ്ങൾ ഏതെങ്കിലും ഒരു പക്ഷി അത് ഭക്ഷിച്ചാൽ, ഒരു മനുഷ്യൻ ഭക്ഷിച്ചാൽ, ആ മനുഷ്യൻ ഖബറിലാണ്, അത് കുഴിച്ചിട്ടയാൾ ഖബറിലാണ്, ബർസഖിയായ ലോകത്താണ്. അവനതിനുള്ള പ്രതിഫലമുണ്ടാകും. അവൻ്റെ ഖബറിലേക്ക്, അവൻ്റെ ഉഖ്റവിയായ ലോകത്തേക്ക് അതിൻ്റെ നന്മകൾ അവന് വന്നുകൊണ്ടേയിരിക്കും. നോക്കൂ നിങ്ങൾ, ഇസ്ലാമിൻ്റെ പരിസ്ഥിതി സംരക്ഷണത്തിലുള്ള ആഹ്വാനം ആ രൂപത്തിലാണ്. എന്ന് മാത്രമല്ല, ഒരു പക്ഷിയോ ഒരു മനുഷ്യനോ എന്ന് മാത്രമല്ല, ഇനി അതിൽ ഫലങ്ങളില്ല എന്ന് വെക്കുക. ഒരു ചെടി ഒരാൾ കുഴിച്ചിട്ടു, എന്നിട്ട് ഫലങ്ങളില്ല, ഒരു മരമായി പടർന്നു പന്തലിച്ചു, അതിന് തണലുണ്ടാകുമല്ലോ. ആ തണലിൽ ഒരാൾ വിശ്രമിച്ചു, ചുട്ടുപൊള്ളുന്ന വെയിലത്ത്. ഇപ്പോൾ ലോകത്ത് ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം എന്താ? കാലാവസ്ഥാ വ്യതിയാനവും ആഗോള താപനവും ഒക്കെയാണല്ലോ. സഹിക്കവയ്യാത്ത ചൂട്, അസഹ്യമായിട്ടുള്ള താപം. അപ്പോൾ അങ്ങനെയുള്ള പരിതസ്ഥിതിയിൽ ഒരു മരത്തിൻ്റെ തണല് ഒരാൾ അനുഭവിക്കുമ്പോൾ ആ മരം കുഴിച്ചിട്ടയാൾ ഒരുപക്ഷെ എന്നോ മരണപ്പെട്ടു പോയിട്ടുണ്ടാകും. അദ്ദേഹം ആത്മാർത്ഥമായിട്ട് അള്ളാഹുവിൽ വിശ്വസിച്ചുകൊണ്ടാണ് അത് അങ്ങനെ ചെയ്തിട്ടുള്ളത് എങ്കിൽ അവൻ്റെ ഖബറിലേക്ക് അതിൻ്റെ പ്രതിഫലം വരും എന്നുള്ളതാണ്. അപ്പോൾ ഇസ്ലാമിൻ്റെ പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെ ആ ഒരു കാഴ്ചപ്പാടെന്ന് പറയുന്നത് അത് വളരെ വലുതായ ഒന്നാണ്, ഒട്ടും ചെറുതായി നമ്മൾ കണ്ടുകൂടാ എന്നുള്ളതാണ്. ഇങ്ങനെയുള്ള വചനങ്ങളൊക്കെ പരിശോധിച്ചാൽ ഒരു വിശ്വാസിക്ക് ഈ പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെ ആ ഒരു കർത്തവ്യത്തിൻ്റെ ഒരു വ്യാപനം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു വലിയ വർദ്ധിച്ച തോതിലുള്ള പ്രാധാന്യം എത്രയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. നിങ്ങൾക്കറിയാമല്ലോ, സമീപകാലത്താണ് പരിസ്ഥിതി പ്രോട്ടോക്കോളുകൾ വന്നത്. എന്നാൽ പരിശുദ്ധ ഇസ്ലാം എത്രയോ കാലം മുമ്പ് അതിൻ്റെ 1-ാം തീയതി മുതൽ തന്നെ പരിസ്ഥിതിയെ സംരക്ഷിക്കാനുള്ള ആഹ്വാനം നടത്തിയിട്ടുണ്ട്. പലരും വിചാരിക്കുന്നത് എന്താ അറിയോ? ഈ എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്ന, പരിസ്ഥിതി സംരക്ഷണം എന്ന് പറയുന്നത് യൂറോപ്പിലുള്ള പാശ്ചാത്യ ആളുകളൊക്കെ കൊണ്ടുവന്ന കാര്യമാണ് എന്നുള്ളതാണ്. അങ്ങനെയല്ല.
നിങ്ങൾ നോക്കൂ, ആധുനിക പരിസ്ഥിതി സംരക്ഷണ ചിന്തകൾ എന്ന് ആ മേഖലയിൽ ആദ്യമായിട്ടുണ്ടായിട്ടുള്ള പുസ്തകം എന്ന് പറയുന്നത് 1962 അത് അമേരിക്കൻ മറൈൻ ബയോളജിസ്റ്റ് ആയിട്ടുള്ള റേച്ചൽ കാഴ്സൺ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ പുസ്തകം എന്ന് പറയുന്നത് ഇൻ നാച്ചുർ നത്തിങ് എക്സിസ്റ്റ് എലോൺ എന്ന് പറയുന്ന ഒരു കൃതിയാണെന്നാണ്. അതാണ് ആധുനിക പരിസ്ഥിതി സംരക്ഷണ ചിന്തകൾ എന്ന് പറയുന്ന ആ മേഖലയിൽ നടത്തിയിട്ടുള്ള ഒരു ഒന്നാമത്തെ ഗ്രന്ഥം എന്നാണ് പറയുന്നത്. എന്നാൽ ഇസ്ലാം അതിൻ്റെ ആദ്യ കാലഘട്ടത്തിൽ തന്നെ, അതിൻ്റെ 1-ാം തീയതി തന്നെ പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം കാര്യങ്ങളാ പഠിപ്പിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഈ അടുത്താണല്ലോ ഹജ്ജ് കഴിഞ്ഞത്. ഹജ്ജിന് പോയി കഴിയുമ്പോൾ, ഉംറക്ക് പോയി കഴിയുമ്പോൾ ലോക മുസ്ലിങ്ങളുടെ കിബിലയായിട്ടുള്ള പരിശുദ്ധ കഅബാലയം അങ്ങോട്ട് പോകുമ്പോൾ ഇഹ്റാം ചെയ്തിട്ടാണല്ലോ പോകുക. ആ ഇഹ്റാമിലായിരിക്കുമ്പോൾ പ്രിയമുള്ളവരെ, ആ മനുഷ്യൻ ആരാധനയ്ക്ക് പോയതാണ്. അവിടെയുള്ള ചെടികൾ, മരങ്ങൾ, പച്ചപ്പുള്ള ഹരിതാപമായ അതൊന്നും മുറിച്ചു കളയരുത് എന്ന് പറഞ്ഞ ആ ഒരു സംഭവം നിങ്ങൾ നോക്കൂ. അത് മാത്രമല്ല, വേട്ടയാടാൻ പാടില്ല എന്ന് പറയുന്നു. ജന്തുക്കളുടെ ഒരു സംരക്ഷണം, അല്ലെങ്കിൽ സസ്യങ്ങളുടെ സംരക്ഷണം, അതൊക്കെ ഇസ്ലാമിൻ്റെ പ്രകൃതി സംരക്ഷണ കാഴ്ചപ്പാടിലേക്ക് വളരെ വ്യക്തമായിട്ടുള്ള സൂചനയാണ് എന്നുള്ളതാണ്. എന്ന് മാത്രമല്ല, കർഷകരായിട്ടുള്ള ആളുകൾ ഇപ്പോൾ ചെരിഞ്ഞു കിടക്കുന്ന ഭൂമിയിൽ മുകൾ ഭാഗത്ത് കൃഷി ചെയ്യുന്ന ആള് അവിടെ വെള്ളം മറ്റുള്ള ആളുകൾക്ക് കൊടുക്കാതെ കെട്ടി നിർത്തരുത് എന്ന് പ്രവാചകൻ പഠിപ്പിക്കുകയുണ്ടായി. ആ വെള്ളം ഒഴുകണം, മറ്റുള്ളവർക്കും ഉപകാരപ്പെടണം. അങ്ങനെ അരുവികൾ ഉണ്ടാകണം, പുഴകൾ ഉണ്ടാവണം, തോടുകൾ ഉണ്ടാവണം. നമ്മുടെ നാട്, ഈ ഭൂമി അത് പച്ചപ്പ് നിറഞ്ഞ ഹരിതാപമായിട്ടുള്ള ഒന്നാവട്ടെ എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആൻ എന്താ പറയുന്നത്? വൈദാ തവല്ലാ സആഫിൽ അർളി ലിയുഫ്സിദ ഫീഹാ വയുഹ്ലികൽ ഹർസ വന്നസൽ. അവർ ഭൂമിയിലേക്ക് മടങ്ങിക്കഴിഞ്ഞാൽ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കും, എന്നിട്ടോ അവർ കൃഷിയും അതുപോലെ തന്നെ ജീവജാലങ്ങളെയും നശിപ്പിക്കും എന്നാ പറയുന്നത്. ആ രൂപത്തിലൊരു വിശ്വാസിയാകാനായിട്ട് പാടുള്ളതല്ല. വല്ലാഹു ലാ യുഹിബ്ബുൽ ഫസാദ്, അല്ലാഹു കുഴപ്പം ഇഷ്ടപ്പെടുന്നില്ല എന്നാണ്. അപ്പോൾ ജീവജാലങ്ങളെ കൊലപ്പെടുത്തുന്ന, അതുപോലെ തന്നെ കൃഷി നശിപ്പിക്കുന്ന ഒരു രീതിശാസ്ത്രം അത് ഒരു മുസ്ലിമിന് ചേർന്നതല്ല എന്നുള്ളതാണ്. ഒന്നുകൂടെ വ്യക്തമായി കൊണ്ട് പറഞ്ഞാൽ, ആണവായുധം ലോകത്ത് വരുത്തി വെക്കുന്ന വിനാശങ്ങൾ എത്രയാണോ അതിനേക്കാൾ ഒട്ടും ചെറുതല്ല പരിസ്ഥിതിക്ക് ആഘാതം സൃഷ്ടിക്കുന്നത് എന്നാണ് നമുക്ക് പറയാനുള്ളത്. പരിസ്ഥിതി അതിനെ അമിതമായി ചൂഷണം ചെയ്തിട്ട് എന്ന് പറയുമ്പോൾ ഭൂമിയെ, മരങ്ങളെ, വനാന്തരങ്ങളെ ഒക്കെ അമിതമായിട്ട് മനുഷ്യൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി എല്ലാ പരിധികളും ലംഘിച്ചുകൊണ്ട് ചൂഷണം ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ വലിയ ദുരന്തങ്ങളാണ് സമ്മാനിക്കപ്പെടുന്നത്. നമുക്കറിയാം, നമ്മുടെ കേരളത്തിൽ 2020 കാലഘട്ടത്തിൽ മൂന്നാറിലെ രാജമലയിൽ അവിടെ മണ്ണിടിഞ്ഞ് ഉരുൾപൊട്ടലുണ്ടായി 55 ജീവനുകൾ പൊലിഞ്ഞു പോവുകയുണ്ടായി. അതൊരു വലിയ ദുരന്തമായിരുന്നു. സമീപകാലത്താണ് 2024 വയനാട് ജില്ലയിലെ ചൂരൽമലയിലും മുണ്ടക്കയിലുമൊക്കെ നൂറുകണക്കിന് ആളുകൾ അവരുടെ ജീവൻ പൊലിഞ്ഞു പോയിട്ടുള്ള വലിയ ദുരന്തമുണ്ടായത്. അതിൽ പല ആളുകളും അവരുടെ മൃതദേഹം കണ്ടെടുക്കുക പോലും ചെയ്തിട്ടില്ല. അതിനു മുമ്പ് മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിനടുത്ത കവളപ്പാറ എന്ന് പറയുന്ന പ്രദേശത്ത് വലിയ ദുരന്തമുണ്ടായി. അപ്പോൾ ഇതൊക്കെ എന്തുകൊണ്ട് സംഭവിക്കുന്നു? ഇവിടെ ഈ സദസ്സിൻ്റെ ആരംഭത്തിൽ പാരായണം ചെയ്തിട്ടുള്ളൊരു വചനം, അതിൻ്റെ അർത്ഥവും ഇവിടെ പറയുകയുണ്ടായി. ആ അർത്ഥം അത് നമ്മെ പഠിപ്പിക്കുന്നത് എന്താ? മനുഷ്യൻ്റെ കരങ്ങൾ അത് കടലിലും കരയിലും കുഴപ്പങ്ങൾ വിതച്ചു. മനുഷ്യൻ്റെ കരങ്ങൾ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ സ്വാർത്ഥ മോഹങ്ങൾ. ലഹറൽ ഫസാദ് ഫിൽ ബർരി വൽ ബഹർ ബിമാ കസബത് ഐദിൻ നാസ്. വിശുദ്ധ ഖുർആൻ പറയാണ്, മനുഷ്യ കരങ്ങൾ പ്രവർത്തിച്ച നിമിത്തം കരയിലും കടലിലുമൊക്കെ കുഴപ്പങ്ങൾ പ്രത്യക്ഷപ്പെട്ടു എന്നാണ്. അപ്പോൾ നമ്മളൊരു വിശ്വാസി എന്നുള്ള നിലക്ക്
നമ്മുടെ ആരാധനകൾക്ക് അർത്ഥമുണ്ടാവണമെങ്കിൽ, നമസ്കാരമാവട്ടെ, നോമ്പാകട്ടെ, ഹജ്ജാവട്ടെ, അതിന് അർത്ഥമുണ്ടാവണമെങ്കിൽ നമ്മൾ കേവലം നാവും ചുണ്ടും ഉപയോഗിച്ചുകൊണ്ട് അള്ളാഹുവിനെ സ്മരിക്കുന്നു, അത് മാത്രമല്ല ഇബാദത്ത്. അല്ലെങ്കിൽ സാഷ്ടാംഗം നമിക്കുന്നു, അത് മാത്രമല്ല. മറിച്ച് നമുക്ക് ഈ ഭൂമിയോട് ചില കടമകളുണ്ട്. ഇവിടെ പാറിപ്പറക്കുന്ന കുരുവികൾ, അതുപോലെ പറവകൾ, അവയോടൊക്കെ നമുക്ക് കടപ്പാടുകളുണ്ട്. അതുപോലെ ഈ വൃക്ഷങ്ങളും സസ്യങ്ങളും പൂക്കളും പൂന്തോട്ടങ്ങളും, അതിനോടൊക്കെ തന്നെയും നമുക്ക് തീർച്ചയായിട്ടും കടപ്പാടുകളുണ്ട്. അത് ഈ പരിസ്ഥിതി അതിനെ സംരക്ഷിക്കുക മാത്രമല്ല, അതിനെ ശുശ്രൂഷിക്കാൻ വിശ്വാസികൾ തയ്യാറാവണം എന്നുള്ളതാണ്. ഒന്നുകൂടെ പറഞ്ഞാൽ, ചൂഷണമുക്തമായ ജീവിതം നയിക്കാൻ വിശ്വാസികൾ തയ്യാറാവണമെന്ന. വലാ തുഫ്സിദു ഫിൽ അർദ് ബഅദ ഇസ്ലാഹിഹാ, നന്മക്ക് ശേഷം, നന്മ വരുത്തിയതിനു ശേഷം ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കരുത് എന്നാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ കുഴപ്പമുണ്ടാക്കിയത് കൊണ്ടാണ് ഉരുൾപൊട്ടലുകൾ, പ്രകൃതി ദുരന്തങ്ങൾ, പ്രകൃതിക്ഷോഭങ്ങൾ, അതുപോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് നൂറുകണക്കിന് ആളുകൾ മരണം വരിക്കുന്നത്. ഇപ്പോൾ ആളുകളുടെ അവസ്ഥ എന്താ? അതായത് നൂറുകണക്കിന് ആളുകൾ അവരുടെ ജീവൻ നഷ്ടപ്പെട്ടാലും, മനുഷ്യന്മാരുടെ ജീവൻ നഷ്ടപ്പെടുക എന്ന് പറയുമ്പോൾ 10-50 കിലോമീറ്ററുകൾ അവരുടെ മൃതദേഹങ്ങൾ പുഴകളിലൂടെ ഒഴുകിപ്പോകുകയാണ്. പുഴകൾക്ക് സൈഡിലുള്ള വൃക്ഷങ്ങളിലും ചെടികളിലും അവരുടെ മൃതദേഹങ്ങൾ ഒലിച്ചു പോകുമ്പോൾ അവിടെ തടഞ്ഞു നിർത്തപ്പെടുന്നു. ഉടലും തലയും വേർപ്പെടുന്നു. എത്രമാത്രം ഭീകരമായ, ബീഭത്സമായിട്ടുള്ള, ഹൃദയഭേദകമായിട്ടുള്ള സംഭവങ്ങൾ ഇങ്ങനെയുള്ള പ്രകൃതി ചൂഷണങ്ങൾ വഴി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. പ്രിയമുള്ളവരെ, അങ്ങനെയുള്ള മനുഷ്യരടക്കമുള്ള ജീവിവർഗങ്ങൾ ചത്തൊടുങ്ങിയാലും, വൃക്ഷങ്ങൾ കടപുഴകി വീണാലും, വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായാലും, ഭൂമിയെ ചൂഷണം ചെയ്ത്, പ്രകൃതിയെ ചൂഷണം ചെയ്ത് എൻ്റെ പോക്കറ്റ് വീർപ്പിക്കണം എന്നുള്ള ആർത്തിമൂത്ത ഒരവസ്ഥ ഒരു വിശ്വാസിക്ക് ഒരിക്കലും പാടുള്ളതല്ല എന്നുള്ളതാണ്. ഈ ഭൂമി, അതിൽ ഉയർന്നു നിൽക്കുന്ന പർവ്വതങ്ങളുണ്ടല്ലോ, ആ പർവ്വതങ്ങളെക്കുറിച്ച് ഇവിടെ നേരത്തെ പരാമർശിക്കുകയുണ്ടായി. റവാസി എന്നുള്ള ഒരു പ്രയോഗം വിശുദ്ധ ഖുർആനിന്റെ അനവധി അധ്യായങ്ങൾ നമുക്ക് കാണാനായിട്ട് കഴിയും. എന്താ റവാസി എന്ന് പറഞ്ഞാൽ? ആണികൾ എന്നാണ് അതിന് അർത്ഥം നൽകപ്പെട്ടിട്ടുള്ളത്. അതാണ് അതിൻ്റെ ആശയം. അതായത് ആണികൾ അടിച്ചുകൊണ്ട് ഒരു മരക്കഷ്ണം ഉറപ്പിക്കുന്നത് പോലെ ഈ പർവ്വതങ്ങൾ ഭൂമിയിൽ അല്ലാഹു തആല അടിച്ച് ഉറപ്പിച്ചിരിക്കുകയാണ്. എന്തിനാണ് അങ്ങനെ ഉറപ്പിക്കുന്നത്? അത് ഭൂമിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിന് വേണ്ടിയാണ്, ഭൂമിയുടെ ബാലൻസിങ് നിലനിർത്തുന്നതിന് വേണ്ടിയാണ്. അത് പ്രകൃതി സംരക്ഷണവുമായി ഏറെ ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. നിങ്ങൾക്കറിയില്ലേ, ഡോക്ടർ GS പ്രദീപിനെ സംബന്ധിച്ച് അശ്വമേധം എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിലൂടെ വളർന്നു വരുന്ന തലമുറകൾക്കെല്ലാം അറിയാവുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹത്തോട് ചോദിച്ചു, അദ്ദേഹം ആയിരക്കണക്കിന് കൃതികൾ വായിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തോട് ചോദിച്ചു, ലോകത്ത് നിങ്ങൾ വായിച്ചിട്ടുള്ള ഗ്രന്ഥങ്ങളിൽ നിങ്ങളെ ഏറെ സ്വാധീനിച്ചിട്ടുള്ള ഗ്രന്ഥങ്ങൾ ഏതാണ് എന്ന്. അദ്ദേഹം 2 ഗ്രന്ഥങ്ങളെ കുറിച്ച് പറഞ്ഞു. അതിലൊന്ന് വിശുദ്ധ ഖുർആനിനെ കുറിച്ചാണ്. അപ്പോൾ മീഡിയ പ്രവർത്തകൻ ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങളെ വിശുദ്ധ ഖുർആൻ ഏറെ സ്വാധീനിച്ചത്? അദ്ദേഹം പറഞ്ഞു, ഖുർആനിൽ മാനവികതയെക്കുറിച്ച് ഊന്നി പറയുന്നു. മാനവികത എന്ന് പറഞ്ഞാൽ മനുഷ്യനെ ചേർത്ത് പിടിക്കണം, മനുഷ്യരോട് ആർദ്രതയോടുകൂടെ നിലകൊള്ളണം. അത് ഖുർആനിൻ്റെ വളരെ മുഖ്യമായിട്ടുള്ളൊരു പ്രമേയമാണ്. മറ്റൊന്ന് അദ്ദേഹം പറഞ്ഞത്, ഖുർആൻ പ്രകൃതി സംരക്ഷണത്തിന് വലിയ പ്രാധാന്യം നൽകുന്നു എന്നുള്ളതാണ്. ഖുർആനിൽ പർവ്വതങ്ങളെ സംബന്ധിച്ചും അതുപോലെ ഭൂമിയെ സംബന്ധിച്ചും ജന്തുജാലങ്ങളെ സംബന്ധിച്ചും ഒക്കെ അതിനെ സംരക്ഷിക്കുവാനും അതിന് വേണ്ട നന്മകൾ ചെയ്യുവാനും ആഹ്വാനം ചെയ്യുന്നതായി അദ്ദേഹം പറയുകയുണ്ടായി. അതാണ് പ്രിയമുള്ളവരെ, 16-ാം അധ്യായം 15-ാം സൂക്തം.
ഭൂമിയിലെ ഈ പർവ്വതങ്ങൾ ആണികണക്കെ അല്ലാഹു തആല നിശ്ചയിച്ചിരിക്കുകയാണ്. നിങ്ങളെയും കൊണ്ട് ആ ഭൂമി അതിങ്ങനെ പ്രകമ്പനം കൊള്ളാതിരിക്കാൻ വേണ്ടി, ഭൂമിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിന് വേണ്ടി, അതുപോലെ പുഴകൾ, ആറുകൾ, അതൊക്കെ അല്ലാഹു തആല ഏർപ്പെടുത്തിയിരിക്കുകയാണ്. അത് മാത്രമാണോ പ്രിയമുള്ളവരെ? അങ്ങനെ ഒട്ടേറെ സംഭവങ്ങൾ ഈ വിശുദ്ധ ഖുർആൻ മാത്രമല്ല, പ്രവാചകന്റെ വചനങ്ങൾ മാത്രമല്ല. ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹത്തെക്കുറിച്ച് നമ്മളെല്ലാവരും പലപ്പോഴും കേട്ടിട്ടില്ലേ? അദ്ദേഹത്തിന്റെ സുന്ദരമായിട്ടുള്ള ചില വാക്കുകൾ ഇസ്ലാമിക ചരിത്രത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. അദ്ദേഹം മക്കയിൽ നിന്ന് മദീനയിൽ എത്തിയിട്ടുള്ള സന്ദർഭത്തിൽ ഒരു ഘട്ടത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, പരിശുദ്ധമായ മക്കയിലെ സുന്ദരമായിട്ടുള്ള താഴ്വരകളെ കുറിച്ച്, പർവ്വതങ്ങളെ കുറിച്ച് അദ്ദേഹം ഗൃഹാതുരത്വത്തോടുകൂടെ വർണ്ണിക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. അതായത് 4 ഭാഗത്തും ഇദ്ഖിറും ജലീലുമുള്ള താഴ്വരയിൽ ഇനിയും ഒരു രാത്രി പാർക്കാൻ എനിക്ക് സാധിക്കുമോ എന്നുള്ളതാണ്. ഇദ്ഖിർ എന്ന് പറഞ്ഞാൽ ഒരു തരം പുല്ലാണ്. അതുപോലെ തന്നെ ജലീൽ എന്ന് പറയുന്നത് അതും ഒരു പുല്ലാണ്. അപ്പോൾ അത് നിറഞ്ഞു നിൽക്കുന്ന താഴ്വരയിൽ, ചുറ്റും ഉയർന്നു നിൽക്കുന്ന പർവ്വതങ്ങൾ, അങ്ങനെയുള്ള താഴ്വരയിൽ ഇനിയും ഒന്ന് അന്തിയുറങ്ങാൻ എനിക്ക് സാധിക്കുമോ എന്ന് ആ മനോഹരമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ മനസ്സിൽ സ്വാധീനിച്ചിട്ടുള്ള ആ സംഭവങ്ങൾ വർണ്ണിക്കുകയാണ്. എന്ന് മാത്രമല്ല, അദ്ദേഹം വീണ്ടും പറയുകയാണ്, മജന്നയിലെ ജലസ്രോതസ്സുകളിൽ ഒരു ദിവസം ഇനിയും ഞാൻ ചൊല്ലുമോ? ഷാമയും തുഫയിലും ഇനി എനിക്ക് കാണാൻ കഴിയുമോ? അതൊക്കെ അവിടെ നിൽക്കുന്ന കുന്നുകളും പർവ്വതങ്ങളുമാണ്. അതൊക്കെ അവരുടെ മനസ്സിൽ ആ പ്രകൃതിയോടുള്ള സ്നേഹം, അതാണ് ആ കാണിക്കുന്നത്, അവരുടെ വാക്കുകളിൽ നമ്മൾ നിഴലിച്ച് നിൽക്കുന്നത് എന്നാണ്. സഹോദരങ്ങളെ, പുഴകളും പൂന്തോട്ടങ്ങളും വനങ്ങളും വന്യജീവികളെയും ഒക്കെ അതൊക്കെ സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട്. അതുപോലെ കുയിലുകളുടെ മനോഹരനാദങ്ങളും കുരുവിയുടെ കൊച്ചു വർത്തമാനങ്ങളും കാക്കകളുടെ കലവിലകളും മൂങ്ങകളുടെ മൂളക്കങ്ങളും ഒക്കെയായിട്ടുള്ള ഈ പ്രകൃതിയുടെ ആ ഒരു സന്തുലിതാവസ്ഥ, അതിന് ആഘാതം വരുത്തുന്ന ഒരു ചൂഷണവും നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കൂടാ എന്നുള്ളതാണ്. നമുക്കറിയാം, ഒരു കാലഘട്ടത്തിൽ നമ്മുടെ നാട്ടിൽ ഗാഡ്ഗിൽ റിപ്പോർട്ട് എന്ന് കേട്ടിട്ടുണ്ട്. അതിനുശേഷം കസ്തൂരി രംഗൻ റിപ്പോർട്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ വലിയ ചർച്ചയായിരുന്നു. എന്താണ് അവർ പറഞ്ഞത്? നമ്മുടെ നാട്ടിൽ പിന്നെ പ്രകൃതി ലോല പ്രദേശങ്ങളുണ്ട്, പരിസ്ഥിതി ലോല പ്രദേശങ്ങളുണ്ട്. അവിടെ ക്വാറികൾ നടത്താൻ പാടില്ല, വലിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ അത് പാടില്ല, അതുപോലെ തന്നെ പാറ തുളക്കാൻ പാടില്ല. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവർ പറയുകയുണ്ടായി. പക്ഷേ അത് കേൾക്കാനോ അംഗീകരിക്കാനോ ഒരുതരം വികാരജീവികളായിട്ടുള്ള പലരും തയ്യാറായില്ല. പക്ഷേ അതിൻ്റെയൊക്കെ പരിണിതി നമ്മുടെ നാട് പലപ്പോഴായി അനുഭവിക്കുകയുണ്ടായി. പ്രിയമുള്ളവരെ, അങ്ങനെ അദ്ദേഹമൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വിശുദ്ധ ഖുർആനിൻ്റെ, പ്രവാചകന്റെ അധ്യാപനങ്ങളിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. നിങ്ങൾ നോക്കൂ, ഞാൻ ചുരുക്കുകയാണ്. വിശുദ്ധ ഖുർആനിൻ്റെ മനോഹരമായിട്ടുള്ള ചില വരികൾ അത് സൂചിപ്പിക്കുന്നത് സസ്യലോകത്തിൻ്റെ സംരക്ഷണം നമ്മുടെ ബാധ്യതയാണ് എന്നുള്ളതാണ്. ഫൽയൻദുരിൽ ഇൻസാനു ഇലാ തുആമി അന്നാ സ്വബബനൽ മാഅ സ്വബ്ബാ ثم شققنا الأرض شقا فأنبتنا فيها حبا وعنبا وقلبا وزيتونا ونخلا وحدائق غلبا وفاكهة وأبا متاعا لكم ولأنعامكم. അതിൻ്റെ അർത്ഥം എന്താ? ഫൽയൻദുരിൽ ഇൻസാനു ഇലാ തുആമി, മനുഷ്യൻ അവൻ്റെ മുമ്പിൽ ഭക്ഷണം വന്നിരിക്കുകയാണ്. നാടൻ ഭക്ഷണമായിരിക്കാം, കബ്സയായിരിക്കാം, അല്ലെങ്കിൽ വേറെന്തോ ആവട്ടെ, ആ ഭക്ഷണം അവൻ്റെ മുമ്പിൽ അങ്ങനെ കൊണ്ടുവന്നിരിക്കുകയാണ്. അവന് കൈ കഴുകി ആവേശത്തോടുകൂടെ അത് കഴിക്കാൻ ആശിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ആ സന്ദർഭത്തിൽ വിശുദ്ധ ഖുർആൻ ആഹ്വാനം എന്താണ്? ഫലിയൻദുരിൽ ഇൻസാനു ഇലാ തുആമി, ആ ഭക്ഷണത്തിലേക്ക് അവൻ നോക്കട്ടെ എന്നാണ്. അന്നാ സ്വബബനൽ മാഅ സ്വബ്ബാ, നോക്കുക, കേവലം നോക്കല്ല, ചിന്തിക്കട്ടെ എന്നാണ്. ആ ഭക്ഷണം എങ്ങനെ വന്നു? അത് ചെടികളായിരുന്നു, ചെടികൾക്ക് മുകളിലെ കതിരുകളായിരുന്നു.
അതിനു മുമ്പ് അത് ധാന്യമായിരുന്നു. അതിൻ്റെ എത്രയോ ഘട്ടങ്ങൾ കഴിഞ്ഞാണ് നിന്റെ മുമ്പിലേക്ക് എത്തിയത്. ആരാണ് അതിൻ്റെ പിന്നിലുണ്ടായിട്ടുള്ളത്? അതാണ് സൃഷ്ടാവായ റബ്ബ്. നിങ്ങൾ നോക്കൂ, വെള്ളം നാം ശക്തമായിട്ട് ചൊരിഞ്ഞു. ഭൂമിയെ പിളർത്തി. എന്നിട്ടോ ധാന്യം നാം മുളപ്പിച്ചു. മുന്തിരികളും പച്ചക്കറികളും ഒലിവും ഈത്തപ്പനയും ഇടതൂർന്നു നിൽക്കുന്ന തോട്ടങ്ങളും പഴവർഗ്ഗങ്ങളും അതുപോലെ തന്നെ സസ്യലതാദികളും ഈ പ്രകൃതിയെക്കുറിച്ച് മനോഹരമായി പറഞ്ഞിരിക്കുന്നു. അവയെക്കുറിച്ച് ചിന്തിക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നു. അത് നിങ്ങൾക്ക് വിഭവമാണ്, നിങ്ങളുടെ നാൽക്കാലികൾക്ക് വിഭവമാണ്. ഇങ്ങനെയുള്ള ഒട്ടേറെ സൂക്തങ്ങളുണ്ട്. സൗദി അറേബ്യ നമുക്കറിയാം, ഭൂമിശാസ്ത്രപരമായിട്ട് വലിയൊരു രാജ്യമാണ്. മരുഭൂമികളാണെന്നും. ഇപ്പോ ഒരു പതിറ്റാണ്ടായി സൗദി അറേബ്യയിൽ കാണുന്ന ഒരു പ്രത്യേകത എന്താ? ഇവിടുത്തെ പല മുനിസിപ്പാലിറ്റികളും 10,000 ചെടികൾ നട്ടുപിടിപ്പിക്കുകയാണ്. അവയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പല വിധത്തിലുള്ള ലഘുലേഖയായിട്ടും പ്രഭാഷണമായിട്ടും അതുപോലെ മെസ്സേജുകളായിട്ടും അവർ നിരന്തരം സൗദി ഗവൺമെന്റിന്റെ ബജറ്റിൽ വൻ തുകയാണ് ഈ ഇങ്ങനെയുള്ള പ്രകൃതി സംരക്ഷണത്തിന് വേണ്ടി അവർ നീക്കി വെക്കുന്നത് എന്നുള്ളതാണ്. നിങ്ങൾ നോക്കൂ, അപ്പോൾ ഈ സസ്യലതാദികളുടെ പ്രകൃതിയുടെ സംരക്ഷണം എന്ന് പറയുന്നത് അത് ആഴത്തിൽ നമ്മൾ മനസ്സിലാക്കണം. യുദ്ധരംഗത്താണെങ്കിൽ പോലും മരങ്ങൾ മുറിക്കരുത്, കായ്ഫലമുള്ള മരങ്ങൾ മുറിക്കരുത് എന്ന് പ്രവാചക അധ്യാപനമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതായത് എത്രത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രിയമുള്ളവരെ, മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ദമസ്കസിലേക്ക്, ഷാമിലേക്ക് ഒരു സൈന്യത്തെ നിയോഗിക്കുകയാണ്. ആ സൈന്യത്തിൻ്റെ നേതാവ് യസീദ് ബിൻ അബി സുഫിയാൻ ആയിരുന്നു. അദ്ദേഹത്തിന് 10 നിർദ്ദേശങ്ങൾ കൊടുക്കുകയാണ്. ചുരുക്കി പറയുകയാണ്, എന്താണ് ആ 10 നിർദ്ദേശങ്ങൾ? 1, ലാ തഖ്തുലന്ന ഇംറഅ, നിങ്ങൾ സ്ത്രീകളെ വധിക്കരുത്. വലാ സബിയൻ, കുഞ്ഞുങ്ങളെ വധിക്കരുത്. വലാ കബീറൻ ഹരിമൻ, വയോവൃദ്ധരായ പ്രായം ചെന്ന ആളുകളെ വധിക്കരുത്. വലാ തഖ്തഅന്ന ശജറൻ മുസ്മിറ, കായ്ച്ചുകൊണ്ടിരിക്കുന്ന വൃക്ഷങ്ങളെ നിങ്ങൾ തകർത്ത് കളയരുത്, അതിനെ മുറിച്ച് മാറ്റരുത്. വലാ തുഖർരിബൻ ആമിറ, താമസിക്കുന്ന കെട്ടിടങ്ങൾ, വീടുകൾ അത് നശിപ്പിക്കരുത്. വലാ തഅഖിറന്ന ഷാത്തൻ വലാ ബഈറൻ ഇല്ലാ ലിമഅകുലത്തിൻ, ആട്, ഒട്ടകം ഇവയെ ഭക്ഷിക്കാൻ വേണ്ടിയല്ലാതെ നിങ്ങൾ അറക്കരുത്. യുദ്ധമാണെന്ന് കരുതി കണ്ട ജീവജാലങ്ങളുടെ കഴുത്ത് വെട്ടി അവയെ പീഡിപ്പിക്കുക എന്നുള്ള ജാഹിലിയ സ്വഭാവം അതരുത് എന്ന് അദ്ദേഹം നിർദ്ദേശിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, വലാ തഹ്കിറന്ന നഖ്ല, ഈത്തപ്പനകൾ കരിച്ചു കളയരുത്. വലാ തുഫർരിഖന്നഹു, നിങ്ങൾ ഭിന്നിക്കരുത്. വലാ തഗ്ലുൽ, നിങ്ങൾ വഞ്ചന നടത്തരുത്. വലാ തജ്ബുൻ, നിങ്ങൾ ഭീരുക്കളാകരുത്. ഇമാം മാലിക് റഹ്മഹുല്ലാ തൻ്റെ മുവത്തയിൽ കൊടുത്ത സംഭവമാണ്. നിങ്ങൾ നോക്കൂ പ്രിയമുള്ളവരെ, മഹാനായ അബൂദർദാ റളിയല്ലാഹു അൻഹു പ്രായം ചെന്ന് വയോവൃദ്ധനായിട്ടുണ്ട്. ആ സന്ദർഭത്തിൽ അദ്ദേഹം ഒരു ചെടി നടുകയാണ്. ഒരു ജൗസത്തൻ, ഒരു ധാന്യം അത് നടുകയാണ്. അപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു, ഫഖാൽ അതഗ്രിസു ഹാദിഹി വഅൻത ശൈഖുൻ കബീറുൻ. ശൈഖുൻ കബീർ എന്ന് പറഞ്ഞാൽ വയോവൃദ്ധനായിട്ടുണ്ട്. ഈ സന്ദർഭത്തിലാണോ നിങ്ങളിത് നടുന്നത്? വഹാദിഹി ലാ തുതഇമു ഇല്ലാ ഫീ കദാ വകദാ ആമാ, ഈ ചെടി വളർന്ന് വലുതായി അതിന്ന് ഭക്ഷണം കിട്ടണമെങ്കിൽ, ഫലങ്ങൾ ഉണ്ടാകണമെങ്കിൽ എത്രയോ വർഷങ്ങൾ കഴിയണമല്ലോ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പിന്നെ പറയുന്ന മറുപടി എന്താ അറിയോ? ഇത് വലുതാകുമ്പോൾ ഞാനില്ല എങ്കിലും, ഞാൻ മരണപ്പെട്ടാലും എനിക്ക് അത് ആരെങ്കിലും കഴിക്കുമ്പോൾ അതിൻ്റെ പ്രതിഫലത്തിൽ നിന്ന് വരും എന്ന അലയ്യ അൻ യകൂന ലി അജ്റുഹാ, അതിൻ്റെ നന്മ എനിക്ക് കിട്ടും എന്നുള്ളതാണ്.
സഹോദരങ്ങളെ, അതാണ് പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെ ശർഈയായിട്ടുള്ള അടിത്തറ എന്ന് പറയുന്നത്. അത് വിശുദ്ധ ഖുർആനിൽ ഇഷ്ടം പോലെ, അതുപോലെ ഇസ്ലാമിക പ്രമാണങ്ങളിൽ ഇഷ്ടം പോലെ നമുക്ക് വായിച്ചെടുക്കാനായിട്ട് കഴിയും. പ്രിയമുള്ളവരെ, നിങ്ങൾ നോക്കൂ, വിശുദ്ധ ഖുർആൻ പറയുന്നൊരു കാര്യമുണ്ട്, ജന്തുജാലങ്ങൾ അവയെയും സംരക്ഷിക്കണം. വമാ മിൻ ദാബത്തിൻ ഫിൽ അർള് വലാ ത്വായിരിൻ യതീറു ബിജനാഹി ഇല്ലാ ഉമമുൻ അംസാലുക്കും. അതായത് ജന്തുജാലങ്ങൾ, അതുപോലെ ചിറകുകൾ കൊണ്ട് പറക്കുന്ന പക്ഷികൾ, അവർ നിങ്ങളെപ്പോലെയുള്ള ഒരു സമൂഹമാകുന്നു എന്നുള്ളതാണ്. ഒരു ഹദീസിലെ അത്ഭുതകരമായൊരു പരാമർശം നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ലൗലാ അന്നൽ കിലാബ ഉമ്മത്തും മിനൽ ഉമമി ലഅമർതു ബിഖത്ലിഹാ കുല്ലിഹാ എന്നാണ്. നായകൾ ഒരു സമൂഹമായിരുന്നില്ല എങ്കിൽ അവയെല്ലാം വധിച്ചു കളയാൻ ഞാൻ കൽപ്പിക്കുമായിരുന്നു എന്നാണ് ഇമാം നിസായി ഉദ്ധരിക്കുന്നതാണ്. ചുരുക്കി പറയുകയാണ്, പ്രവാചകൻ ഒരു ചൂടുവെക്കപ്പെട്ട കഴുതയെ കാണുകയുണ്ടായി. അതിനെ കണ്ടപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ലഅനല്ലാഹ് അല്ലദീ വസമഹു. ഇരുമ്പിന്റെ ആയുധം കൊണ്ട് ചുട്ടുപഴുപ്പിച്ച് ചൂടുവെക്കപ്പെട്ട ആ കഴുതയെ കണ്ടപ്പോൾ ആരാണോ അങ്ങനെ ചെയ്തത് അവനെ അള്ളാഹു ശപിക്കട്ടെ എന്ന് പ്രവാചകൻ പഠിപ്പിക്കുകയുണ്ടായി. സഹോദരങ്ങളെ, ഇമാം ബുഖാരി തന്റെ സഹീഹിൽ രേഖപ്പെടുത്തുന്ന ഒരു സംഭവം, പൂച്ചയെ കെട്ടിയിട്ടതിന്റെ പേരിൽ നരകവും അതുപോലെ നായക്ക് വെള്ളം കൊടുത്തതിന്റെ പേരിൽ സ്വർഗവും കിട്ടിയ സംഭവം സഹീഹുൽ ബുഖാരിൽ നമുക്ക് കാണാം. ഇതൊക്കെ എന്താ പഠിപ്പിക്കുന്നത്? ഭൂമി, സസ്യങ്ങള്, പർവ്വതങ്ങള്, ജലാശയങ്ങള് എന്ന് മാത്രമല്ല ജീവജാലങ്ങളോട് പോലും നമുക്ക് ബാധ്യതയുണ്ടെന്ന, ഇതൊക്കെ പ്രകൃതിയുമായി ബന്ധപ്പെട്ടതാണ്. അതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? സ്നേഹിക്കണം, അതിനോടുള്ള കർത്തവ്യം നിർവഹിക്കണം. തബൂക്ക് യുദ്ധം കഴിഞ്ഞ് അള്ളാഹുവിന്റെ റസൂൽ മദീനയിലേക്ക് മടങ്ങി വരികയാണ്. ഉഹുദിന്റെ സമീപത്തെത്തി ഉഹുദ് മലയെ നോക്കിക്കൊണ്ട് പ്രവാചകൻ പറഞ്ഞു, ജബലു ഉഹുദ് യുഹിബ്ബുനാ വനുഹിബ്ബുഹു. ഇതാ ഉഹുദ് പർവ്വതം, അത് നമ്മെ ഇഷ്ടപ്പെടുന്നു, നാം അതിനെ ഇഷ്ടപ്പെടുന്നു. നിങ്ങൾ നോക്കൂ, ഉഹുദ് എന്ന് പറഞ്ഞാൽ എന്താ? പ്രവാചകന്റെ പിതൃ സഹോദരൻ ഉൾപ്പെടെ 70ഓളം മുസ്ലിങ്ങൾ ധീരരക്തസാക്ഷികളായിട്ടുള്ള ഒരു മണ്ണാണ്. എന്നിട്ട് പോലും ആ മലയെ നമ്മൾ ഇഷ്ടപ്പെടുന്നു, അത് നമ്മെ ഇഷ്ടപ്പെടുന്നു, നാം അതിനെ ഇഷ്ടപ്പെടുന്നു എന്ന് പ്രവാചകൻ പറയാണ്. എന്താണ് ഇതൊക്കെ കുറിക്കുന്നത്? അപ്പോൾ ഇസ്ലാമിൻ്റെ ആ ഒരു അടിസ്ഥാനപരമായിട്ടുള്ളതിൻ്റെ കാഴ്ചപ്പാട് നമ്മൾ പ്രമാണങ്ങളിൽ നിന്ന് വായിക്കുകയാണെങ്കിൽ വലിയ തോതിലുണ്ട്. ഞാൻ അവസാനിപ്പിക്കുന്നു. പക്ഷേ ഇന്ന് നമ്മുടെ നാട്ടിലെ അവസ്ഥ എന്താ? ഒരു പുഴയിലേക്ക് പോയാൽ അവിടെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ, കോഴി വേസ്റ്റുകൾ, അറവശാലയിലെ മാലിന്യങ്ങൾ ഒക്കെ തള്ളുന്നത് എത്ര കഷ്ടമാണ്, എത്ര നികൃഷ്ടമാണ് പ്രിയമുള്ളവരെ. ഖുർആനിന്റെ അനുയായികൾക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. പക്ഷേ മുസ്ലിം പേരുകളുള്ള, മുസ്ലിം നാമധാരികളായി നടത്തുന്ന ഇങ്ങനെയുള്ള അറവശാലകളും അതുപോലെ വീട്ടിലെ വേസ്റ്റും അതുപോലെ പ്ലാസ്റ്റിക് മാലിന്യങ്ങളുമൊക്കെ അതൊക്കെ നിക്ഷേപിക്കുന്നത് പുഴയോരത്തും പുഴയിലും ജലാശയങ്ങളിലും ഒക്കെയാണ്. അതുപോലെ യാതൊരു നീതിയും ചിന്തയുമില്ലാതെ പ്രകൃതി സംരക്ഷണത്തിലുള്ള മരങ്ങള് പണം മാത്രം ലാക്കാക്കി മുറിച്ച് നശിപ്പിച്ച് അങ്ങനെ പോകുന്ന ആളുകൾ, അത് പാടില്ല എന്നുള്ളതാണ്. നമ്മുടെ വീടും പരിസരവും, നമ്മുടെ പള്ളി, അതുപോലെ ആരാധനാലയങ്ങൾ, വിദ്യാലയങ്ങൾ, അതിൻ്റെ പരിസരങ്ങൾ ഹരിതാപമാക്കാൻ, പരിസ്ഥിതിയുടെ ആവാസ വ്യവസ്ഥ സംരക്ഷിക്കാൻ അതിനൊക്കെ നമ്മൾ തയ്യാറാകണം എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ ഉണർത്തുവാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും ഇത്തരം ചിന്തകൾ കഴിയുന്നത്ര ജീവിതത്തിൽ പകർത്തി മുന്നോട്ട് പോകാൻ അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. സ്വല്ലല്ലാഹു വസല്ലമ അലാ നബീന മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.